2000 രൂപയ്ക്കുള്ളിൽ നമ്മളൊരു സ്മാർട്ട് വാച്ച് വാങ്ങിക്കാൻ നോക്കുന്നെങ്കിലേ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ഫ്ലിപ്കാർട്ടിൽ ഫസ്റ്റ് സെയിലിനെത്താൻ പോകുന്ന ഡിസോ വാച്ച് ഡി പ്ലസ് കൺസിഡർ ചെയ്യുന്നതിൽ വേറെ ഒരു തെറ്റുമില്ലാന്ന് ഞാൻ പറയത്തുള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുവാണെങ്കിൽ സ്പെക് വൈസ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ ഇല്ലെന്ന് പറയാം. എന്തായാലും ഈ ഒരു പ്രോഡക്റ്റിന്റെ അൺബോക്സിംഗ് നോവി നിങ്ങൾക്ക് കാണാൻ നമ്മുടെ ചാനലിൽ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ കമന്റ് ആയിട്ട് ഇട്ടുണ്ടെങ്കിൽ ഞാനും അങ്ങോട്ട് 12 മണിക്ക് അങ്ങോട്ട് വാങ്ങിക്കാം. കൂടാതെ അടുത്ത് തന്നെ ഈ ഒരു പ്രോഡക്റ്റിന്റെ അൺബോക്സിംഗ് നോവി നമ്മുടെ ചാനലിൽ ഞാൻ ചെയ്യുന്നതുമാണ്. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂടാതെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ എന്തായാലും വാച്ചിന്റെ കാര്യങ്ങളിലേക്ക് വരുവാണെങ്കിൽ ബിഗ് ആൻഡ് ബ്രൈറ്റ് ഡിസ്പ്ലേ ആണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. അതായത് 1.8 ഇഞ്ച് TFT ലാർജ് ഡിസ്പ്ലേ കൂടാതെ 17% ബിഗർ ഡിസ്പ്ലേ ആണ് കേട്ടോ. അതായത് ഡിസ്പ്ലേക്ക് നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് സൈസിന്റെ കാര്യത്തിൽ ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റിലേക്ക് പോകുന്നതിൽ ഒരു തെറ്റുമില്ല. കൂടാതെ 240x280 പിക്സൽസ് ആണ് ഡിസ്പ്ലേ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. 550 നിറ്റ്സ് ബ്രൈറ്റ്നസ് ഉണ്ട്. അത്യാവശ്യം ഈ ഒരു 550 നിറ്റ്സ് ആയതുകൊണ്ട് തന്നെ നല്ല സണ്ണി ഡേയ്സിൽ പോലും നിങ്ങൾക്ക് 100% ബ്രൈറ്റ്നസ് അപ്പ് ചെയ്തിട്ട് നല്ല രീതിക്ക് വിസിബിൾ ആവും. അതിലും വേറൊരു സംശയമില്ല. പക്ഷേ അങ്ങനെ 100% നമ്മൾ ബ്രൈറ്റ്നസ് അപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആവും. അതിലും വേറൊരു സംശയമില്ല കേട്ടോ. ഇനി ഡിസൈൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ പ്രീമിയം അലൂമിനിയം ഫ്രെയിം ആണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത്. 2000 രൂപയ്ക്കുള്ളിൽ പ്രത്യേകിച്ച് ഡിസോ എന്ന് പറയുന്ന ബ്രാൻഡിൽ ഈ ഒരു പ്രീമിയം അലൂമിനിയം ഫ്രെയിം ഒക്കെ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും വർത്താണ്. അതിലും വേറൊരു സംശയമില്ല കേട്ടോ. കൂടാതെ കർവ്ഡ് ടെമ്പേർഡ് ഗ്ലാസ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. സോഫ്റ്റ് സിലിക്കൺ സ്റ്റാപ്പ് ആണ് ഈ ഒരു വാച്ചിൽ കാണാൻ സാധിക്കുന്നത്. ക്ലാസിക് ബ്ലാക്ക്, സിൽവർ ഗ്രേ, ഡീപ് ബ്ലൂ എന്നിങ്ങനെ 3 കളേഴ്സിലാണ് ലഭ്യമാകുക. ഇപ്പൊ നിങ്ങൾ ബ്ലൂ കളർ ഒരു വാച്ചാണ് വാങ്ങിക്കുന്നതെങ്കിൽ അതിന്റെ ഫ്രെയിം എന്ന് പറയുന്നത് ബ്ലൂ കളർ ആയിരിക്കും. സോ നിങ്ങൾക്ക് ഇപ്പോൾ 22mm എന്താ പറയുക ഒരു സ്ട്രാപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ബ്ലൂ കളർ കോമ്പിനേഷൻ അനുസരിച്ചിട്ടാണ് സ്ട്രാപ്പുകൾ വാങ്ങിക്കേണ്ടത്. എന്നാൽ ഇപ്പോൾ ബ്ലാക്ക് കളർ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ ഉള്ളൊരു ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കളർ വേണമെങ്കിലും ഇപ്പോൾ കോമ്പിനേഷൻ നോക്കേണ്ട ആവശ്യമേയില്ല, ഏത് വേണമെങ്കിലും വാങ്ങിക്കാം. എന്തായാലും ഈ ഒരു 22mm ആയാലും 20mm ആയാലും നമ്മുടെ ഇൻസ്റ്റയിലുള്ള ദീപ് സ്റ്റോറിൽ വന്നു കഴിഞ്ഞാൽ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ വാങ്ങിക്കുന്നതിനേക്കാളും വളരെ വില കുറച്ചിട്ട് അവിടെ നിന്ന് വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ അവിടെ നമ്മൾ ഓഫർ ഇടും. സോ ഭയങ്കര ലാഭത്തിന് നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. സോ അത് മറക്കണ്ട, ദീപ് സ്റ്റോറിൽ വന്നിട്ട് 22mm ആയാലും 20mm സ്ട്രാപ്പുകൾ വാങ്ങിക്കാൻ പറ്റും. എന്തായാലും സ്ട്രാപ്പുകൾ മാത്രമല്ല മറ്റുള്ള കുറച്ച് ആക്സസറീസും അങ്ങോട്ട് അഡാപ്റ്റ് ചെയ്യാൻ പോകുന്ന ദീപ് സ്റ്റോറിൽ. സോ ഇതുവരെയും ദീപ് സ്റ്റോർ ഫോളോ ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പോൾ തന്നെ പോയിട്ടൊന്ന് ഫോളോ ചെയ്യുക. ഇനി ബാറ്ററി സൈഡിലേക്ക് വരുവാണെങ്കിൽ അപ് ടു 14 ഡേയ്സ് ആണ് കമ്പനി അവകാശപ്പെടുന്ന ബാറ്ററി ലൈഫ് എന്ന് പറയുന്നത്. കൂടാതെ 100% ചാർജ് ആകാനായിട്ട് 2 മണിക്കൂറും കമ്പനി പറയുന്നുണ്ട്. 2-pin മാഗ്നറ്റിക് അഡാപ്റ്റർ ആണ് നമുക്ക് ഇതിനകത്ത് കിട്ടുക. സോ ലോ പവർ അഡാപ്റ്റർ യൂസ് ചെയ്ത് അതായത് 5 വോൾട്സിന്റെ അഡാപ്റ്റർ തന്നെ യൂസ് ചെയ്യുന്നതാണ് കുറച്ച് ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കേട്ടോ. കൂടാതെ 150 പരം വാച്ച് ഫേസസ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 110 പരം ഇൻഡോറും ഔട്ട്ഡോറും ആയിട്ടുള്ള സ്പോർട്സ് മോഡ്സും നമുക്ക് ഇതിനകത്ത് കാണാം. സോ ബേസിക് ആയിട്ടുള്ള ഓട്ടം ചാട്ടം അല്ലെങ്കിൽ ക്ലൈംബിംഗ്, യോഗ, മറ്റത് മറിച്ചത് എല്ലാം തന്നെ ഇതിൽ ഉറപ്പായിട്ടും ഉണ്ടാകുന്നുള്ളതിൽ വേറെ ഒരു സംശയവും ഇല്ല. കൂടാതെ ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു സംഭവം വെച്ചാൽ 30 മീറ്റർ വാട്ടർ പ്രൂഫ് ആണ്. പൊതുവെ IP റേറ്റിംഗ് ഇപ്പോൾ IP67, IP68 അല്ലെങ്കിൽ IPX7 എന്നൊക്കെ പറയുന്നതാണ്. പക്ഷേ ഇവിടെ ഒന്നും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. എന്തായാലും 30 മീറ്റർ നമുക്ക് അവൈലബിൾ ആണ്. ഇനി ഡിസോ കണ്ടുപിടിച്ചിട്ടുണ്ടോ പുതിയെന്ന് അറിയത്തില്ല. എന്തായാലും ഏതായാലും 30 മീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലൊരു സംഭവം തന്നെയാണ്. കൂടാതെ നമുക്ക് റിയൽ ടൈം ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ഉണ്ട്, SPO2 ഉണ്ട്, സ്ലീപ്പ് ട്രാക്കർ ഉണ്ട്, മെൻസ്ട്രൽ പ്രീ ട്രാക്കർ ഉണ്ട്, സ്റ്റെപ്പ് കൗണ്ടർ ഉണ്ട്, കാലറി ട്രാക്കർ ഉണ്ട്, വാട്ടറിംഗ് റിമൈൻഡർ ഉണ്ട്, സെറൻഡറി റിമൈൻഡർ ഉണ്ട്. മറ്റുള്ള സ്മാർട്ട് വാച്ചിൽ എന്തൊക്കെയാണോ അതൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. കൂടാതെ ഡിസോ ആപ്പുമായിട്ട് നമുക്ക് കണക്ട് ചെയ്തിട്ട് GPS റണ്ണിംഗ്, റൂട്ട് ട്രാക്കിംഗ് വരെ നമുക്ക് ഇതിൽ കിട്ടും കേട്ടോ. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും 2000 രൂപയ്ക്ക് വർത്ത് തന്നെയാണ്. മ്യൂസിക് കൺട്രോൾ ഉണ്ട്, ഫോൺ ക്യാമറ കൺട്രോൾ ഉണ്ട്, സ്മാർട്ട് നോട്ടിഫിക്കേഷൻ ഉണ്ട്, അലാം ഉണ്ട്, വെതർ ഉണ്ട്, ഫൈൻഡ് മൈ ഫോൺ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. ബാറ്ററിയുടെ സൈഡ് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു കാര്യം പറയാൻ പറഞ്ഞത് 300 mAh ആണ് കേട്ടോ ബാറ്ററി കപ്പാസിറ്റി ഒരു 14 ദിവസത്തെ. അത് വിട്ടുപോയതാണ്. എന്തായാലും 1990 ഇത്രയും സ്പെക് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഡിസോ വാച്ച് ടി പ്ലസ് എന്ന് പറയുന്നത് കണ്ണും പൂട്ടി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു സ്പെക് വെച്ച് നോക്കുമ്പോഴത്തേക്ക് വാങ്ങിച്ച് അൺബോക്സ് ചെയ്യാൻ തോന്നുന്നുണ്ട്. കാരണം അത്രയ്ക്കും നല്ല ക്വാളിറ്റിയിൽ ഡിസോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം, അതും 1990 ഇറക്കുന്നത് കേട്ടോ. സോ ഉറപ്പായിട്ടും നമ്മുടെ ചാനലിൽ ഈ ഒരു പ്രൊഡക്റ്റ് അൺബോക്സിംഗ് നോവ്യൂ കാണണം. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ സ്പെക് വൈസ് നമ്മൾ ഈ ഒരു വാച്ച് ടി പ്ലസ് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകോ ഇല്ലയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ലൈക്ക്, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ജസ്റ്റ് ഷെയർ ചെയ്ത് കൂടാതെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ തന്നെയാണ് നമ്മുടെ ചാനൽ മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു സപ്പോർട്ടും അതുപോലെ തന്നെ എനിക്ക് അങ്ങോട്ട് ചെയ്യാനായിട്ടുള്ളൊരു പ്രചോദനവും. സോ അത് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലെയല്ല കുറച്ച് നന്നായിട്ട് തന്നെ മുന്നോട്ട് ഇനി അങ്ങോട്ട് പോകാം. എന്തായാലും വീഡിയോ ഇവിടെ വെച്ച് ഞാൻ കൺക്ലൂഡ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.